6-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. അപ്പൊ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്ന് വായിക്കാം. ഇതെല്ലാം അറിയാവുന്ന വാക്യമാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. സ്തോത്രം. അതിന്റെ വേറൊരു വേർഷൻ വായിക്കാം. എനിക്കെല്ലാം അനുവദനീയമാണ്, ചിലർ പറഞ്ഞേക്കാം, എന്നാൽ എല്ലാം പ്രയോജനമുള്ളവയല്ല. എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ ഞാൻ ഒന്നിനും അധീനനാക്കുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് പറയുന്ന ആ, ഒരു ഉപദേശം പോലെ, അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു വാക്യമാണ്. നമ്മൾ സ്വാതന്ത്ര്യനെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെ അടിമനിയമത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നൊരു വാക്യം നമ്മൾ വായിക്കാം. അതായത് ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളിൽ നിന്ന് യേശു നമ്മെ സ്വതന്ത്രരാക്കി. നമ്മളിപ്പോൾ നിയമത്തിന് അധീനരല്ല, നമ്മൾ സ്വതന്ത്രരാണ്. പിന്നെ അടിമനിയമത്തിൽ കുടുങ്ങിപ്പോകരുത്, വീണ്ടും പഴയ നിയമങ്ങളിലേക്ക് പോയി അതിൽ കുടുങ്ങിപ്പോകരുത് എന്നൊരു ഉപദേശമാണ് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത്. നമ്മൾ ഈ വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുക, നമ്മൾ ആ, എല്ലാം അനുവദനീയമാണ്. അതായത് നമുക്ക്, അതായത് ചിലർ പറഞ്ഞേക്കാം എല്ലാം എനിക്കെല്ലാം അനുവദനീയമാണ്. സ്തോത്രം. പക്ഷെ അപ്പോസ്തലൻ വീണ്ടും പറയുക, എല്ലാം അനുവദനീയമാണെങ്കിലും എല്ലാം പ്രയോജനമുള്ളതൊന്നുമല്ല. സ്തോത്രം. മാത്രമല്ല, എല്ലാം അനുവദനീയമാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ തന്നെ ഞാൻ ഒന്നിനും അധീനനാവുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ അവിടെ അപ്പോസ്തലൻ പറയാം? നമുക്കെല്ലാം അറിയാവുന്ന, പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പോസ്തലൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. ക്രിസ്തുവിൽ നമുക്കുള്ള ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ആദ്യമായി എടുത്തു പറയുന്നത്, നിയമത്തിന് വിശ്വാസി അധീനനല്ല, നിയമത്തിന് വിശ്വാസി മോചിതനാണ്. ഹല്ലേലൂയ. ചില കാര്യം, പക്ഷെ അപ്പൊ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ പാപങ്ങളായി പറയപ്പെട്ടിട്ടില്ലായിരിക്കും. അതായത് പാപം ചെയ്തതെന്ന്, ഹല്ലേലൂയ, ബൈബിൾ വ്യക്തമായി പറയാത്ത ചില കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ചില കാര്യങ്ങൾ എനിക്ക് അനുവദനീയമാണെന്ന് തോന്നലുണ്ടെങ്കിലും അത് നമ്മൾക്ക് ചെയ്യാൻ പാടുള്ളതല്ല. മാത്രമല്ല, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പക്ഷെ നമ്മളെ അധീനരാക്കിയേക്കാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ചില കാര്യങ്ങൾ അനുവദനീയമാണെന്ന് തോന്നലുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് നോക്കാം. എങ്ങനെയാണ് എല്ലാം പ്രയോജനമുള്ളവയല്ല എന്നുള്ളത് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ നോക്കുമ്പോൾ പല വിശ്വാസികളും പറയും, എനിക്കത് ചെയ്യാൻ പറ്റും, ബൈബിൾ അങ്ങനെ പറയുന്നില്ലല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആർഗ്യുമെന്റ് ആണ്. ഓഫ് കോഴ്സ് ആർഗ്യുമെന്റ്, നമുക്കും ചെയ്യാൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വേദോത്സവം പറഞ്ഞിട്ടില്ല അതങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഒരാളിങ്ങനെ നമ്മളൊരു ആർഗ്യുമെന്റ് പോലെ പറയുമ്പോൾ, തർക്കിച്ച് പറയുമ്പോൾ, ഒരിക്കലും നമുക്ക് അവരോട് പരിശുദ്ധാത്മാവ് നേരിട്ട് പറയുന്നതല്ലാതെ നമുക്ക് അവരോട് മാനസിക നില അത് ചെയ്യരുത് എന്ന് കർക്കശമായി പറയാൻ സാധിക്കുകയില്ല. കാരണം നമുക്ക് അതിനുള്ള തെളിവുകൾ, അല്ലെങ്കിൽ നമ്മളെയുള്ള അവരെ അങ്ങനെ കൺവിൻസ് ചെയ്യാനുള്ള ആർഗ്യുമെന്റിനുള്ള പോയിന്റ്സ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം വചനം പറയുന്നത്, പ്രപ്പോസലും പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം അനുവദനീയമാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ എല്ലാം ചെയ്തുകൂടാ. കാരണം ഒരു പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഇത് അധീനരാക്കിയേക്കാം. അതായത് അപ്പോസ്തലൻ പറയുന്ന 3 കാര്യങ്ങൾ, 3 പോയിന്റ് ഞാൻ പറയാം, എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയാം. ഒന്ന്, നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പോസ്തലൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്, കാരണം നമ്മൾ ഈ അപ്പോസ്തലൻ പറഞ്ഞതിന്റെ കാര്യം കൊരിന്ത് സഭയിൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു കൂട്ടുന്നുണ്ട്. അതായത് അപ്പോസ്തലൻ പറഞ്ഞ വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചെയ്ത് കൂട്ടിയിട്ട്, അതായത് പാപം ചെയ്യുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പാപം ചെയ്തിട്ട് അവർ പറയുന്ന ഒരു ആർഗ്യുമെന്റ്, ഒരു ജസ്റ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്, എനിക്കെല്ലാം അനുവദനീയമാണ്, ഹല്ലേലൂയ, എനിക്കെല്ലാം ചെയ്യാനുള്ള കർത്തവ്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കൊണ്ട് നല്ല ഉപകാരമായിരിക്കും. ഒന്ന്, ഈ ചെയ്യുന്ന കാര്യം പാപമല്ലെന്നിരിക്കട്ടെ, പാപമല്ല എന്നിരിക്കട്ടെ. നമ്മുടെ ദൈവത്തിൽ, അല്ലെങ്കിൽ ശരിക്കും പൊതുനിയമത്തിൽ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാം പാപമാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. എനിവേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പാപമല്ല എന്നിരിക്കട്ടെ നമ്മുടെ ചിന്തയിൽ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ അപ്പോൾ മനസ്സിൽ കൊണ്ടുവരിക. ഒന്ന്, എനിക്ക് ഇത് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ? സ്തോത്രം. ഒന്നാമത്തെ ചോദ്യം ഉണ്ടാകേണ്ടത് അങ്ങനെ, ആത്മീയ വർധന വരുത്തുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് എന്റെ ബന്ധം ഇതുമൂലം ശക്തമാകുന്നുണ്ടോ എന്ന് വേണം. ദൈവമായിട്ട് എന്റെ ബന്ധം ഇതുമൂലം അത് വീക്ക് ആകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതെന്റെ ആത്മീയവളർച്ചയ്ക്ക് സഹായമാകുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, എന്നോടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള എന്റെ ബന്ധം ഇതിലൂടെ വീക്ക് ആകുന്നുണ്ടോ? സ്ട്രോങ് ആവുന്നു ചിന്തിക്കേണ്ട, വീക്ക് ആകുന്നുണ്ടോ ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ഇടർച്ചയാകുന്നുണ്ടോ?
സ്തോത്രം. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം, എനിക്ക് ഇത് ചെയ്യാനുള്ള അനുവാദമുണ്ട്, ഞാനിത് എനിക്ക് ചെയ്യാനുള്ള പ്രാഗൽഭ്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഹാലലൂയ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, എന്റെ ജീവിതത്തിൽ ആത്മീയവർദ്ധന അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാനിത് ചെയ്യുമ്പോൾ ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വീക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഇടർച്ച ഉണ്ടാവുന്നുണ്ടോ കാര്യം ചിന്തിക്കാൻ തയ്യാറാവണം. ഹാലലൂയ. ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ച ശേഷം മാത്രമേ നമ്മളൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഹാലലൂയ. അത് എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ അനുവാദമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഹാലലൂയ എനിക്ക് എന്റെ അഭിപ്രായം. പലപ്പോഴും നമ്മളത് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇനി മുതലെങ്കിലും നമ്മൾ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ കുറെ കൂടെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും, ഇത്രയും നാൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ ഒന്ന് കൊണ്ട് നന്നായിരിക്കും. സ്തോത്രം. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നമ്മുടെ സമയത്തെ കളയാതെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മളൊരു കാര്യം ചെയ്തതിനു മുമ്പായി മൂന്ന് കാര്യം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും, ഏറ്റവും നന്നായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും നമുക്ക് അനുവാദമുണ്ടെങ്കിലും, അതേക്കുറിച്ച് ഞാൻ അധികമായി പോകുന്നില്ല, സമയം കിട്ടാൻ അധികമായി പോകുന്നില്ല, അനുവാദമുണ്ടെങ്കിലും, അത് പാവമെല്ലാം തോന്നലുണ്ടെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായി ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് എന്റെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും വർധന ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്നെ ദൈവമായുടെ ബന്ധത്തിൽ നിന്ന് വീക്കാക്കാനുള്ള സാധ്യതയുണ്ടോ, അതും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്റെ ഈ പ്രവൃത്തി മൂലം മറ്റുള്ള ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ള മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം നമ്മളൊരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നതിന് നന്നായിരിക്കും. ഈ ദിവസങ്ങൾ അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാ അനുവാദമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ബന്ധത്തിൽ സ്റ്റെപ്പ് വയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് കേട്ടിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ തൊക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വാക്കുകൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ സമയത്ത് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.